ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കണം. യെസ് ഗൈസ്, ഇതാ നമ്മുടെ സാധനം. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. യെസ്, ഇതാണ് നമ്മുടെ മൈക്ക് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. ഇവിടെ ചാർജ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കാണിക്കും കേട്ടോ. DJI രണ്ട് ട്രാൻസ്മിറ്റർ. ഓക്കെ, ഓ നൈസ് നൈസ്. എൻ്റെ ഇവിടെ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കാന്താണ് കേട്ടോ. ഇത് DJIൻ്റെ കാന്താണ്. ഓ നൈസ് 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 നൈസാണ് നൈസ് നൈസ്. യെസ്, ഓക്കെ. ഇത് ഡയറക്റ്റ് DJIയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഉണ്ടല്ലേ? ഓ വൗ, നൈസ് നൈസ് ഗൈസ്. ഓക്കെ ഗൈസ്, അതേപോലെ തന്നെ നമ്മൾ DJIൻ്റെ ഒരു നോട്ട്സ് തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ നോക്കി പഠിക്കാം. ഇതൊക്കെ പോട്ടെ. പിന്നെ കുറേ DJIൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ തന്നിട്ടുണ്ട്, ഉണ്ടല്ലേ? നൈസ് നൈസ് സ്റ്റിക്കർ. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് ബ്ലോഗ് ചെയ്യുന്നതൊക്കെ വീഡിയോ ഇറക്കി വരാം. ഓക്കെ, ഇങ്ങനെ ഞെക്കിയിട്ട് വേണം ലോക്കാക്കാൻ, ഉണ്ടല്ലേ? ഇവിടെ ചാർജ് കഴിക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കാണിക്കും കേട്ടോ. DJI. ഞാനിപ്പോൾ ഈ മൈക്ക് വെച്ചിട്ട് വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ 400 മീറ്ററിന് അടുത്തൊക്കെ ഈ മൈക്ക് നല്ല ക്ലാരിറ്റി ഇടുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇവിടുന്ന് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് കണ്ടില്ലേ, കുറച്ചൊരു കയറ്റം പോലെയാണ് ഈ റോഡ്. അപ്പം ഞാനിവിടെ ക്യാമറ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നേരെ അങ്ങ് മുകളിൽ കാണുന്ന ഈ അറ്റത്തെ റോഡുണ്ടല്ലോ, അങ്ങ് മുകളിൽ അങ്ങ് റോഡുണ്ട് കാണുന്ന റോഡിൽ. അപ്പം അങ്ങ് റോഡിൻ്റെ അറ്റത്ത് പോയിട്ട് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ നടുക്ക് വെച്ചിട്ട് ഞാൻ അങ്ങ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണ് സൗണ്ട് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ ഗൈസ്, എൻ്റെ ഫസ്റ്റ് കണക്റ്റിംഗ് ആണ് ഗൈസ്. GoPro ക്യാമറ മൈക്കിൽ വെച്ചതിന് ശേഷം ഫസ്റ്റ് കണക്റ്റിംഗ് ആണ്. സോ ഹലോ ചെക്കിങ്, സൗണ്ട് ചെക്കിങ്. ഹലോ സൗണ്ട് ചെക്കിങ്. ഹലോ ചെക്കിങ്. ഹലോ ഗൈസ്, ഫസ്റ്റ് വ്ളോഗ്, ഫസ്റ്റ് മൈക്ക് ടെസ്റ്റിംഗ് ആണ് ഗൈസ്. എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ സൗണ്ട്. സൗണ്ട് ടെസ്റ്റിംഗ് നല്ല രസമുണ്ട് കേട്ടോ. സൗണ്ട് ടെസ്റ്റിംഗ്. ഓക്കെ, ഹലോ സാധനമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ഉണ്ടല്ലേ? ഓക്കെ, DJI. ഹലോ സൗണ്ട് ചെക്കിങ്. ഹലോ ചെക്കിങ്, സൗണ്ട് ചെക്കിങ്. ഹലോ സൗണ്ട് ചെക്കിങ്. ഹലോ സൗണ്ട് ചെക്കിങ്. ഹലോ. സോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളെന്തായാലും ഇനി മൈക്കൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെയല്ലേ വെക്കും മൈക്ക്. അപ്പം ഇപ്പോൾ കൈ പിടിച്ചാലും നമുക്ക് അത്യാവശ്യം സൗണ്ടൊക്കെ കിട്ടും തോന്നുന്നു. നൈസായിട്ട് തീർക്കാലും ഇങ്ങനെ വെക്കും. ഇങ്ങനെയാണ് മൈക്ക്. ഇതിവിടെ ഇങ്ങനെ ഇറുക്കി വെക്കലാണോ? ഇതിങ്ങനെ ഇവിടെ ഞെക്കണം കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ് നൈസ്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇട്ടതാണ് എൻ്റെ. ഓക്കെ, സൗണ്ട് ചെക്കിങ് ക്വാളിറ്റി ഉണ്ടല്ലേ? ഹലോ, ഇതാണ് ഗൈസ് ഞാൻ പുതിയ മേടിച്ച മൈക്ക്. സോ മൈക്ക് നൈസാണ്, നല്ല. ഇനി ഇവിടെ നിന്ന് ഇനി ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്ളോഗിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി മൈക്ക് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, നൈസാണ് അതല്ലേ? കേട്ടാ, എന്തായാലും നൈസ് തന്നെ പരിപാടി. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് സാധാരണ ആണെങ്കിൽ മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ റിസീവറും കൂടെ കണക്ട് ചെയ്ത് വേണം
നമുക്ക് വെക്കണമെങ്കിൽ. ഇപ്പോൾ റിസീവർ ഇല്ലാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് മാത്രം ക്വാളിറ്റി ഉണ്ട്. അതതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നമില്ല ഗൈസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇതിൻ്റെ മീറ്റർ ദൂരം ഒന്ന് ഞാൻ എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് എത്ര ദൂരം കിട്ടുമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു വണ്ടി പോകണ്ട, ആ വണ്ടി പോയിട്ട് നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ മൈക്ക് വെച്ചിട്ട് അല്ല ക്യാമറയുടെ വെച്ചിട്ട് അങ്ങ് റോഡിൻ്റെ അങ്ങ് അറ്റം വരെ പോയി നോക്കട്ടെ എങ്ങനെ സൗണ്ട് കിട്ടുന്നു. ഓക്കെ, 400 മീറ്ററൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമുക്ക് ഹലോ ഓക്കെ ഇങ്ങനെ അറിയില്ല, പക്ഷെ എന്നാലും സൗണ്ട് എത്ര മീറ്റർ കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ഇത്രയും മീറ്റർ പോയി കഴിഞ്ഞാൽ സൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഈ പശുക്കളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പശുവിനെല്ലാം കിട്ടിയിട്ടുണ്ട്. ഹായ്, ഇത്രയും ദൂരം. സോ നോർമലി നമുക്ക് വ്ളോഗ് ചെയ്യാൻ ഇത്രയും ദൂരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും മുകളിലേക്ക് ഓടി ഞാനിപ്പോൾ ഈ റോഡിൻ്റെ ഇങ്ങ് അറ്റത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ താഴേക്ക് ഞാൻ പോവാം. ഓക്കെ, അപ്പം ഇത്രയും മീറ്റർ പോയി കഴിഞ്ഞാൽ എത്ര സൗണ്ട് കിട്ടുന്നത്? ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 100 മീറ്ററിന് മുകളിലുണ്ടാവും. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മാക്സിമം 100 മീറ്റർ ജയ്സ്. അപ്പം നേരെ താഴേക്ക് നടന്നു വരാം. അന്നേരം സൗണ്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയാലോ. നമ്മളെ ഞാനീ മൈക്കിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു സൗണ്ട്. അപ്പം ഒരു ബൈക്ക് വന്ന് ഈ വഴി. അപ്പം ഇങ്ങനെ നമുക്ക് സൗണ്ട് എത്ര ദൂരം കിട്ടുമില്ല നമുക്കറിയാലോ. നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റൊക്കെ അടിക്കാണ്ട് എത്ര സൗണ്ട് കിട്ടും ഇല്ല എന്ന് നമുക്കറിയില്ലോ. നോക്കാം എത്ര ദൂരം സൗണ്ട് കിട്ടും ഗൈസ്. ഞാൻ ഈ വിൻഡ് ഷീൽഡൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ക്ലാരിറ്റി ഇട്ട്. സാധാരണ ആരും വിൻഡ് ഷീൽഡ് ഇട്ട് ഞാൻ കണ്ടില്ല. ഇല്ല വിൻഡ് ഗ്രീൻ ഇത് സാധനം ഈ സാധനം ഇട്ടിട്ടാരും വീഡിയോ എടുത്തില്ല. ഓക്കെ, എങ്ങനെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിച്ച് ഞാൻ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ചെടിച്ചട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ആണ് ഞാൻ ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം എന്തായാലും സൗണ്ട് കിട്ടാണ്ടിരിക്കാൻ സാധ്യതയൊന്നുമില്ല, ഇവിടെ വെയിലല്ലേ. ഓക്കെ, ഇത് കുറേ കാലം കാത്തിരുന്നിട്ടായ പൂവാ കേട്ടോ, റോസാപ്പൂ. ഇത്രയും നാളുമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റോസാപ്പൂ ഒന്നുമില്ലായിരുന്നു, കണ്ടില്ലേ. ഇനി ഇവിടെ കുറേ മുറ്റത്തിൻ്റെ എല്ലാം പണിയുണ്ട്. എല്ലാം പതിയെ അങ്ങനെ ചെയ്തിട്ട് ഇതാണ് എൻ്റെ വീട് കേട്ടോ. എല്ലാം ഒറ്റയടിക്കൊന്നുമല്ല പണിയെടുക്കുന്നത്, പതിയെ കുറച്ചായിട്ടൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും സൗണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. ഇല്ലേ, ഈ മൈക്കും വെച്ചിട്ട് കറങ്ങിയൊക്കെ ഓടുന്ന സമയത്താണ് ഇവിടെ സൗണ്ട് കിട്ടാണ്ടിരുന്നത് കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞോടുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഓടുന്ന സമയത്ത് സൗണ്ട് എടുക്കുന്നില്ല. അല്ലാണ്ടാണെങ്കിൽ അങ്ങ് ദൂരം നല്ലൊരു കുന്നാണ്, ഫുള്ള് മരങ്ങളായിട്ട് ഇത് നേരെ കുന്ന്. അപ്പോൾ അങ്ങോട്ട് വരെ ഓടിപ്പോയി, പക്ഷേ മുകളിലെത്തിയിട്ടും സൗണ്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഓടിയ സമയത്തൊക്കെയാണ് ഒരു മ്യൂട്ടായത്. മൈക്കൊക്കെ നൈസാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇങ്ങനെ അടിപൊളി മൈക്ക് കുറേ നാളെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് മേടിച്ച കേട്ടോ. എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സിൽ
ഓ മേടിച്ച മൈക്കാണ്. നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ, വലിയൊരു കുറഞ്ഞിട്ടൊന്നുമല്ല. ഒരു 13 സംതിങ് ഉണ്ട് ഈ മൈക്കിന്. ഓക്കെ, എപ്പോഴും ഈ മൈക്കിന് ഈ പ്രൈസ് തന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് തന്നു, വെറുതെ വെയിറ്റ് ചെയ്ത് തന്നു. പക്ഷേ നോർമൽ പ്രൈസ് ഒക്കെ തന്നെയാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടെ. ഓക്കെ, നൈസാണ് സാധനം. അപ്പം നിലവിൽ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ അല്ലാത്തതുകൊണ്ട്, ക്യാമറ അല്ലാണ്ട് ഗോപ്രോ ആക്ഷൻ ക്യാമറ ആണല്ലോ അല്ലേ DJൻ്റെ. അപ്പം ഈ സാധനം റിസീവർ ഇതിൻ്റെ ആവശ്യം എനിക്ക് നിലവിൽ എന്തായാലും ഇല്ല. ഓക്കെ, അതുകൊണ്ട് പെട്ടിയിലെടുത്ത് നോക്കാം. കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഈ മൈക്കിൻ്റെ ആവശ്യം ഇതാ. പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്മിറ്റർ ഡയറക്റ്റ് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാമറയിലേക്ക്. പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യാമറേൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് കണ്ടില്ലേ, ഇപ്പം നോർമൽ എൻ്റെ ക്യാമറ ഇങ്ങനെയുണ്ട് അവസ്ഥ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടൊക്കെയാണ് സാധാരണ ഗോപ്രോയിലാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇതാണ് നേരെ മൈക്ക് കണക്ട് ചെയ്യുക, ഒന്നുമില്ല. വയർലെസ് ആയതുകൊണ്ട് സീനൊന്നുമില്ല നമുക്ക്. ഓക്കെ, നൈസ് അല്ലേ ഗൈസ്? പിന്നെ കുറേ നാളെ എൻ്റെ ഇപ്പം ഈ 2 വണ്ടിയാണ് ഉള്ളത് നമ്മളെ. ഇപ്പം സാധാരണ വേറൊരു വണ്ടിയിലുണ്ടായ സമയത്തൊക്കെ ഞാൻ വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുമായിരുന്നു. വണ്ടി ഹെൽമെറ്റിൽ വെച്ചിട്ട് എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കണം. ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, നമുക്ക് ഇതിനുള്ളിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് മൈക്ക് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എനിക്ക്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമ്മളെ മൈക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, ബൈ.